ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. മുൻപ് കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടായിരുന്ന രണ്ട് സൂപ്പർ താരങ്ങളാണ് കോമെ പെപ്രയും അതുപോലെ തന്നെ തിയാഗോ ആൽവസും. പെപ്ര ഒരുപാട് മത്സരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. തിയാഗോ ആൽവസ് കുറച്ച് മിനിറ്റുകൾ മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിട്ടുള്ളത്. നിലവിൽ കംബോഡിയൻ പ്രീമിയർ ലീഗ് ക്ലബ്ബായ സോയറിംഗ് എഫ്സിക്ക് വേണ്ടിയാണ് രണ്ട് താരങ്ങളും കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തവണത്തെ AFC ചാലഞ്ച് ലീഗിന്റെ ഫൈനലിൽ എത്താൻ സോയറിംഗ് എഫ്സിക്ക് കഴിഞ്ഞിരുന്നു. പക്ഷെ അവർക്ക് നിരാശ നൽകുന്ന ഒരു റിസൾട്ടാണ് ഇന്നലെ സംഭവിച്ചിട്ടുള്ളത്. കുവൈത്ത് SCയോട് അവർ പരാജയപ്പെട്ടു. ഒരു കിടിലൻ പോരാട്ടമാണ് നടന്നത്. 4-3 സോയറിംഗ് FC പരാജയപ്പെട്ടത്. നിശ്ചിത സമയത്ത് രണ്ട് ടീമുകളും 3 ഗോളുകൾ വീതം നേടിക്കൊണ്ട് സമനിലയിൽ പിരിഞ്ഞു. പക്ഷെ പിന്നീട് അധിക സമയത്ത് കുവൈത്ത് ഒരു ഗോൾ കൂടി കണ്ടെത്തുകയായിരുന്നു. അങ്ങനെയാണ് ഈ ടീമിന് പരാജയം ഏൽക്കേണ്ടി വന്നത്. ഈ ഫൈനൽ മത്സരത്തിൽ തിയാഗോ ആൽവസ് തകർപ്പൻ പ്രകടനമാണ് നടത്തിയത്. ഒരു ഗോളും ഒരു അസിസ്റ്റും സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതായത് 3-ാമത്തെ മിനിറ്റിൽ തന്നെ തിയാഗോ ആൽവസ് ഗോൾ കണ്ടെത്തി. പിന്നീട് 9-ാമത്തെ മിനിറ്റിൽ തിയാഗോ ആൽവസിന്റെ അസിസ്റ്റിൽ നിന്നാണ് ഫുജി മറ്റൊരു ഗോൾ നേടിയത്. അങ്ങനെ ഈ ഫൈനൽ മത്സരത്തിൽ AFC കോമ്പറ്റീഷന്റെ ഫൈനൽ മത്സരത്തിൽ മികച്ച പ്രകടനമാണ് മുൻപ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ച താരം പുറത്തെടുത്തിട്ടുള്ളത്. എന്നാൽ കിരീടം നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അവർക്ക് നിരാശ നൽകുന്ന കാര്യമാണ്. ഇനി പെപ്രയുടെ കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. AFC ചാലഞ്ച് ലീഗിലെ ഗോൾഡൻ ബൂട്ട് പുരസ്കാരം സ്വന്തമാക്കിയത് പെപ്രയാണ്. 8 ഗോളുകളാണ് ഈ കോമ്പറ്റീഷനിൽ പെപ്ര സ്വന്തമാക്കിയിട്ടുള്ളത്. അങ്ങനെ AFC ചാലഞ്ച് ലീഗിലെ ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കാൻ പെപ്രക്ക് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അത് വലിയ ഒരു നേട്ടം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. ഏതായാലും മുൻപ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ച രണ്ട് താരങ്ങളും ഇപ്പോൾ മികച്ച പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.